ഹായ് വ്യൂവേഴ്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കാണ്, ചോക്ലേറ്റ് കേക്കാണ്. അതിന് വിപ്പിംഗ് ക്രീം ഒന്നും ഇല്ലാതെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 2 മുട്ട എടുത്തിട്ടുണ്ട്, അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഗ്ലാസ്സിലാണ് അളവെടുക്കുന്നത്. എടുക്കുന്ന ഗ്ലാസ്സിന് 1/2 ഗ്ലാസ് പഞ്ചസാര എടുക്കണം. പഞ്ചസാരയും മുട്ടയും കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി വേണ്ടത് ഓയിലാണ്. 1/4 ഗ്ലാസും ഒരു 2 ടേബിൾ സ്പൂണും കൂടെ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അതൊന്ന് മിക്സായി കഴിയുമ്പോഴേക്കും 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കണം. കൊക്കോ പൗഡർ ചേർത്തൊന്ന് മിക്സാക്കി കൊടുക്കണം. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കണം. അതൊന്ന് മിക്സായി കഴിയുമ്പം 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇനി വേണ്ടത് 1/4 ഗ്ലാസ് വെള്ളമാണ്, നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുക്കണം. ഇനി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കണം. ഇത്രയും ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി വേണ്ടത് ഗ്ലാസ്സിൽ 1 ഗ്ലാസ് അരിച്ചെടുത്ത മൈദയാണ്. മൈദ കുറേശ്ശെ ചേർത്തൊന്ന് മിക്സാക്കി കൊടുക്കണം. ഇനി ബട്ടർ തേച്ച് വെച്ചേക്കുന്ന ഒരു പാനിലേക്ക് മാറ്റാം. ബട്ടറോ ഓയിലോ തേച്ച് വെച്ചാൽ മതി. ഞാനിതിനകത്ത് ബട്ടർ പേപ്പറും കൂടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു ചരുവൻ ഞാൻ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇറക്കി വെച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഞാൻ ഇത് 45 മിനിറ്റ് എടുത്ത് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാനായിട്ട്. കേക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം പാനിൽ നിന്നും മാറ്റിയെടുക്കണം. ഇനി ഒരു പാൻ അടുപ്പിൽ വെക്കാം. പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പഞ്ചസാര ഒന്ന് ചൂടായി ചെറുതായിട്ടൊന്ന് മെൽറ്റായി വരട്ടെ. പഞ്ചസാര ഒരു ഗോൾഡ് നിറം ആകുമ്പോഴേക്കും അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കണം. ബട്ടർ ചേർത്ത് ഇങ്ങനെ ഇളക്കി കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പറ്റും. ഇനി 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, അത് ദേഹത്തൊക്കെ തെറിച്ച് വീഴാതെ ശ്രദ്ധിച്ച് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ്. അതിലേക്ക് കുറച്ച് പാൽ, ഒരു 4 ടേബിൾ സ്പൂൺ മതി. 4 ടേബിൾ സ്പൂൺ പാലെടുത്ത് കോൺഫ്ലവറുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അരിച്ച് ഈ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതിനി ഒന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഈ പരുവത്തിൽ വാങ്ങിയെടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഈ കേക്ക് പാനിലേക്ക് മാറ്റാം. പാനിൻ്റെ അടിയിലെ തട്ടങ്ങ് മാറ്റിയിട്ടുണ്ട്. എളുപ്പത്തിൽ ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണത്. കേക്ക് നല്ല സോഫ്റ്റായിട്ട് ഇരിപ്പുണ്ട്. ഇനി ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് ക്രീം ക്യാരമൽ 2 എണ്ണം ചേർത്ത് കൊടുക്കാം. ക്രീം ക്യാരമൽ ഞാനിത് വാങ്ങിച്ചതാണ്. ഹോം മെയ്ഡ് ആയിട്ട് വേണമെങ്കിൽ റെഡിയാക്കി ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കേക്ക് ഞാനൊന്ന് തിരിച്ച് വെച്ചിട്ടുണ്ട്. ലെവൽ ആയിട്ടുള്ള ഭാഗം മറുഭാഗം ആയതുകൊണ്ട് കേക്കൊന്ന് തിരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ആ ക്രീം ക്യാരമൽ കേക്കിൻ്റെ മുകളിലേക്ക്
ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഒഴിച്ച് ഫ്രിഡ്ജിൽ ഒന്ന് സെറ്റാകാൻ വെക്കണം ഒരു 10 മിനിറ്റ്. അതിനുശേഷം ബനാന റൗണ്ടിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഫ്രൈ പാനിൽ റെഡിയാക്കിയ കാരമൽ ഒരു പൈപ്പിംഗ് ബാഗിലാക്കി കുറേശ്ശെ ഈ ബനാനയുടെ മുകളിൽ ഒഴിച്ചു കൊടുക്കണം. ഇത് ഒഴുകി അങ്ങ് റെഡിയായി അങ്ങ് ഫില്ലായിക്കോളും. അങ്ങനെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം, എന്നാലേ ഇത് സെറ്റായിട്ട് വരത്തുള്ളൂ ആ ക്രീമെല്ലാം. അതിനുശേഷം കട്ട് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.